ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ്. നമ്മൾ 5ാം ക്ലാസ്, 6ാം ക്ലാസ്, 7ാം ക്ലാസ്, 8ാം ക്ലാസ് എന്നിവ സോഷ്യൽ സയൻസ് പഠിച്ചു കഴിഞ്ഞു. ഇന്ന് മുതൽ 9ാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 1ാമത്തെ ചാപ്റ്റർ മധ്യകാല ലോകം, അധികാര കേന്ദ്രങ്ങൾ. ഇത് കഴിഞ്ഞ തവണ LDC സിലബസിലില്ലായിരുന്നതാണ്. ഇത്തവണത്തെ സിലബസ് ഇതുവരെ വന്നില്ല. എന്തായാലും നമുക്ക് പഠിച്ചു വയ്ക്കാം. മധ്യകാലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാലഘട്ടം CE 5ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെ. CE 5ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെയാണ് മധ്യകാലം. മധ്യകാല ലോകത്തിൻ്റെ സവിശേഷതകൾ സൂചിപ്പിക്കുന്ന ശാസ്ത്രം ചരിത്രത്തിൽ എന്ന പുസ്തകം രചിച്ച വ്യക്തി JD ബർണലാണ്. അയർലൻഡുകാരനായ JD ബർണലാണ് ശാസ്ത്രം ചരിത്രത്തിൽ എന്ന പുസ്തകം രചിച്ചത്. മധ്യകാല ലോകത്തിൻ്റെ സവിശേഷതകൾ സൂചിപ്പിക്കുന്ന പുസ്തകമാണ് ശാസ്ത്രം ചരിത്രത്തിൽ. പൗരസ്ത്യ റോമ സാമ്രാജ്യം. പുരാതന സാമ്രാജ്യങ്ങളിൽ ഏറ്റവും വിസ്തൃതമായിരുന്ന സാമ്രാജ്യം റോമ സാമ്രാജ്യമാണ്. റോമ സാമ്രാജ്യത്തെ രണ്ടായി വിഭജിച്ച റോമൻ ചക്രവർത്തി ഡയോക്ലിഷ്യനാണ്. ഡയോക്ലിഷ്യൻ റോമ സാമ്രാജ്യത്തെ പാശ്ചാത്യ റോമ സാമ്രാജ്യമെന്നും പൗരസ്ത്യ റോമ സാമ്രാജ്യമെന്നും രണ്ടായി വിഭജിച്ചു. പാശ്ചാത്യ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം റോമാണ്, ഇറ്റലി. പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിൾ, തുർക്കി. കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ പഴയ പേര് ബൈസാന്റിയൻ സാമ്രാജ്യം എന്നറിയപ്പെടുന്ന സാമ്രാജ്യം പൗരസ്ത്യ റോമ സാമ്രാജ്യം. പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ചക്രവർത്തി ജസ്റ്റീനിയൻ. റോമിലെ നിയമങ്ങളെല്ലാം ക്രോഡീകരിച്ച് ജസ്റ്റീനിയൻ തയ്യാറാക്കിയ നിയമസംഹിത അറിയപ്പെടുന്ന പേര് കോർപ്പസ് ജൂറിസ് സിവിൽസ് എന്നാണ്. കോർപ്പസ് ജൂറിസ് സിവിൽസ് എന്നത് റോമിലെ നിയമങ്ങളെല്ലാം ക്രോഡീകരിച്ച് ജസ്റ്റീനിയൻ തയ്യാറാക്കിയ നിയമസംഹിത അറിയപ്പെടുന്ന പേരാണ്. യുക്തി, നീതി, ഔദാര്യം എന്നീ ആശയങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ജസ്റ്റീനിയൻ്റെ നിയമസംഹിത. ജസ്റ്റീനിയൻ്റെ നിയമസംഹിതയിൽ യുക്തി, നീതി, ഔദാര്യം എന്നീ ആശയങ്ങളാണ് അടിസ്ഥാനമാക്കിയിട്ടുള്ളത്. ഫ്രഞ്ച് ഭരണാധികാരിയായിരുന്ന നെപ്പോളിയൻ്റെ നിയമസംഹിതയ്ക്ക് അടിത്തറയായത് ജസ്റ്റീനിയൻ്റെ നിയമങ്ങളാണ്. 15ാം നൂറ്റാണ്ടിൽ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതോടെ പൗരസ്ത്യ റോമ സാമ്രാജ്യം തകർന്നു. ഈ ഒരു പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ യൂറോപ്യന്മാരുടെ വരവ് എന്നൊക്കെ ഉള്ള ഭാഗത്ത് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി എന്നൊക്കെ പറഞ്ഞ്. കോർപ്പസ് ജൂറിസ് സിവിൽസ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, റോമിലെ നിയമങ്ങളെല്ലാം ക്രോഡീകരിച്ച് ജസ്റ്റീനിയൻ തയ്യാറാക്കിയ നിയമസംഹിത അറിയപ്പെടുന്ന പേരാണ് കോർപ്പസ് ജൂറിസ് സിവിൽസ്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. കോഡ്, റോമിൽ നിലനിന്നിരുന്ന നിയമങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥം. ഡൈജസ്റ്റ്, നിയമങ്ങളെക്കുറിച്ച് നിയമജ്ഞരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന പുസ്തകം. ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, നിയമം പഠിക്കാൻ തയ്യാറാക്കിയ ചെറിയ പാഠപുസ്തകം. ഈ നിയമങ്ങൾ ഇതെല്ലാം കൂടി ക്രോഡീകരിച്ചതാണ് കോർപ്പസ് ജൂറിസ് സിവിൽസ്. ഓക്കെ. ചരിത്രം നീതിപൂർവം ജസ്റ്റീനിയൻ്റെ യുദ്ധങ്ങൾ മറക്കുകയും അദ്ദേഹത്തിൻ്റെ നിയമങ്ങളുടെ പേരിൽ സ്മരിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞത് വിൽ ഡുറൻ്റ് ആണ്. ആരാണ്? സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ എന്ന ബുക്കിലാണ് പറഞ്ഞേക്കുന്നത് വിൽ ഡുറൻ്റ്. ചരിത്രം നീതിപൂർവം ജസ്റ്റീനിയൻ്റെ യുദ്ധങ്ങൾ മറക്കുകയും അദ്ദേഹത്തിൻ്റെ നിയമങ്ങളുടെ പേരിൽ സ്മരിക്കപ്പെടുകയും ചെയ്യും. കാരണം റോമിലെ നിയമങ്ങളെല്ലാം ക്രോഡീകരിച്ചതാണല്ലോ ജസ്റ്റീനിയൻ. അങ്ങനെ തയ്യാറാക്കിയ നിയമസംഹിതയാണ് കോർപ്പസ് ജൂറിസ് സിവിൽസ്. അതിലെന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതിൽ കോഡ്, റോമിൽ നിന്നിരുന്ന നിയമങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമായിരുന്നു. ഡൈജസ്റ്റ്, നിയമങ്ങളെക്കുറിച്ച് നിയമജ്ഞരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന പുസ്തകമായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, നിയമം പഠിക്കാൻ തയ്യാറാക്കിയ ചെറിയ പാഠപുസ്തകമായിരുന്നു. നെക്സ്റ്റ്, കോൺസ്റ്റാന്റിനോപ്പിൾ നമ്മൾ കേട്ടിട്ടുള്ള പേരാണ്. കോൺസ്റ്റാന്റിനോപ്പിൾ സ്ഥിതി ചെയ്യുന്നത് മധ്യധരണ്യാഴിക്കും കരിങ്കടലിനും ഇടയിലെ ബോസ്ഫോറസ് കടലിടുക്കിൽ. മധ്യധരണ്യാഴിക്കും കരിങ്കടലിനുമിടയിലെ ബോസ്ഫോറസ് കടലിടുക്കിലാണ് കോൺസ്റ്റാന്റിനോപ്പിൾ സ്ഥിതി ചെയ്യുന്നത്. റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റന്റൈൻ്റെ പേരിൽ അറിയപ്പെടുന്ന നഗരം. ഓട്ടോമൻ തുർക്കികളുടെ ഭരണകാല തലസ്ഥാനമായിരുന്ന നഗരം. കലയുടെയും വാസ്തുവിദ്യയുടെയും കേന്ദ്രം. ഇതെല്ലാം കോൺസ്റ്റാന്റിനോപ്പിളാണ്. കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ഇപ്പോഴത്തെ പേര് ഇസ്താംബുൾ. ലോക ചരിത്രത്തിൽ കാലവിഭജനത്തിന് മാനദണ്ഡമാക്കുന്നത് റോമ സാമ്രാജ്യത്തെയാണ്. ലോക ചരിത്രത്തിലെ
കാലവിഭജനത്തിന് മാനദണ്ഡമാക്കുന്നത് റോമാ സാമ്രാജ്യത്തെയാണ്. എന്ന് പറഞ്ഞാൽ പുരാതന കാലമെന്ന് വിശേഷിക്കപ്പെടുന്ന കാലഘട്ടം മനുഷ്യൻ്റെ ഉത്ഭവം മുതൽ പശ്ചിമ റോമൻ സാമ്രാജ്യം തകർന്ന CE 476 വരെയുള്ള കാലഘട്ടമാണ്. അപ്പോൾ റോമൻ സാമ്രാജ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ കാലവിഭജനം നടത്തിയിരിക്കുന്നത്. പുരാതന കാലമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് മനുഷ്യൻ്റെ ഉത്ഭവം മുതൽ പശ്ചിമ റോമൻ സാമ്രാജ്യം തകർന്ന CE 476 വരെയുള്ള കാലഘട്ടമാണ്. മധ്യകാലഘട്ടം എന്ന് പരിഗണിക്കുന്നത് എപ്പോഴാണ്? CE 476 മുതൽ എന്ന് പറഞ്ഞാൽ പശ്ചിമ റോമൻ സാമ്രാജ്യം തകർന്ന ഈ CE 476 മുതൽ പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിൻ്റെ പതനം CE 1453 വരെ. CE 1453 വരെ. CE 453 അതൊക്കെ നമ്മൾ യൂറോപ്യന്മാരുടെ വരവിലും ഒക്കെ പഠിക്കുന്ന കാര്യമാണ്. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തു 1453 എന്നൊക്കെ പറഞ്ഞു. ആധുനിക യുഗത്തിൻ്റെ ആരംഭം അവിടെ തൊട്ടാണ്. CE 1453 മുതലാണ് ആധുനിക യുഗത്തിൻ്റെ ആരംഭം. അപ്പം ലോക ചരിത്രത്തിലെ കാലവിഭജനത്തിന് മാനദണ്ഡമാക്കുന്നത് റോമാ സാമ്രാജ്യത്തെയാണ്. നെക്സ്റ്റ്, ആക്രമണകാരികളായ വിവിധ ജനവിഭാഗങ്ങൾ. ഓസ്ട്രോഗോത്തുകൾ ഇറ്റലി, വിസിഗോത്തുകൾ സ്പെയിൻ, ഫ്രാങ്കുകൾ ഗോർ അല്ലെങ്കിൽ ഫ്രാൻസ്, ബർഗുണ്ടികൾ ജർമ്മനി, ആംഗ്ലോ സാക്സൺ ബ്രിട്ടൻ, വാൻഡലുകൾ വടക്കേ അമേരിക്ക. ആക്രമണകാരികളായ വിവിധ ജനവിഭാഗങ്ങളാണ് ഓസ്ട്രോഗോത്തുകൾ ഇറ്റലി, വിസിഗോത്തുകൾ സ്പെയിൻ, ഫ്രാങ്കുകൾ ഗോൾ അല്ലെങ്കിൽ ഫ്രാൻസ്, ബർഗുണ്ടികൾ ജർമ്മനി, ആംഗ്ലോ സാക്സൺ ബ്രിട്ടൻ, വാൻഡലുകൾ വടക്കേ അമേരിക്ക. ഈ വിശുദ്ധ റോമാ സാമ്രാജ്യം. പശ്ചിമ റോമാ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയോടെ റോമാ സാമ്രാജ്യത്തിൻ്റെ പ്രദേശങ്ങൾ കൈയടക്കിയ നാടോടി വിഭാഗമാണ് ഫ്രാങ്കുകൾ. ഫ്രാങ്കുകൾ സ്ഥാപിച്ച സാമ്രാജ്യം ഫ്രാങ്കിഷ് സാമ്രാജ്യം. ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ചക്രവർത്തി ഷാലമീനാണ്. ഷാലമീൻ ഏത് വംശജനായിരുന്നു? കരോലിൻജിയൻ വംശജനായിരുന്നു ഷാലമീൻ. കത്തോലിക്ക മതമേധാവിയായ പോപ്പ് ലിയോ മൂന്നാമനെ നാടോടികളായ ലൊംബാർഡുകൾ എന്ന ആക്രമണകാരികളിൽ നിന്ന് രക്ഷിച്ച ചക്രവർത്തി ഷാലമീനാണ്. ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ഇതൊക്കെ ഭയങ്കര ടഫായിട്ട് തോന്നും. രണ്ടു വേണം കേൾക്കുമ്പോൾ ശരിയായിക്കോളൂ. വിശുദ്ധ റോമാ ചക്രവർത്തിയായ പോപ്പ് കിരീടധാരണം നടത്തിയത് ഷാലമീൻ ചക്രവർത്തി. വിശുദ്ധ റോമാ ചക്രവർത്തിയായി പോപ്പ് കിരീടധാരണം നടത്തിയത് ആരെയാണ്? ഷാലമീൻ ചക്രവർത്തിയെയാണ്. ഇനി ഫ്രാങ്കിഷ് രാജ്യം. ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലിയുടെ ഒരു ഭാഗം എന്നീ പ്രദേശങ്ങൾ ചേർന്നതായിരുന്നു ഫ്രാങ്കിഷ് രാജ്യം. CE 481 സ്ഥാപിതമായി. മൊറോവിൻജിയൻ, മേയർ, കരോലിൻജിയൻ തുടങ്ങിയ രാജവംശങ്ങൾ ഭരണം നടത്തി. ഫ്രാങ്കിഷ് രാജ്യസ്ഥാപകൻ ക്ലോവിസ് ഒന്നാമനാണ്. മൊറോവിൻജിയൻ രാജവംശമാണ് ക്ലോവിസ് ഒന്നാമൻ. ഓക്കെ. പ്രാദേശിക ഭരണത്തിന് വേണ്ടി ഷാലമീൻ നിയമിച്ച ഉദ്യോഗസ്ഥർ അറിയപ്പെടുന്ന പേര് കൗണ്ടുകൾ എന്നാണ്. കൗണ്ടുകളുടെ പ്രവർത്തനം പരിശോധിക്കാൻ നിയമിച്ച രഹസ്യ വിഭാഗമാണ് മിസൈ ഡൊമിനിസി. ഷാലമീൻ്റെ കാലഘട്ടത്തിലുണ്ടായ വൈജ്ഞാനിക പുനരുത്ഥാനം അറിയപ്പെടുന്ന പേര് കരോലിൻജിയൻ നവോത്ഥാനം എന്നാണ്. ഷാലമീൻ്റെ മരണത്തോടെ ഫ്രാങ്കിഷ് സാമ്രാജ്യം ശിഥിലമായി. ഇത് നമ്മൾ അടുത്ത് നോക്കുന്നത് ചാപ്റ്ററിൽ പറയുന്നത് അറേബ്യൻ സാമ്രാജ്യമാണ്. ഇറാഖ്, ഇറാൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെട്ടിരുന്ന പ്രദേശം മധ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് അറേബ്യ എന്നാണ്. അറബ് രാഷ്ട്രത്തലവനായിരുന്ന വ്യക്തി ഇസ്ലാം മത പ്രവാചകനായ മുഹമ്മദ് ജനിച്ചത് CE 571 മക്കയിലെ ഖുറൈശി ഗോത്രത്തിലാണ്. ഇസ്ലാമിൻ്റെ വിശുദ്ധ നഗരം എന്നറിയപ്പെടുന്ന സ്ഥലം മക്ക. മുഹമ്മദ് നബി മദീനയിലേക്ക് പലായനം നടത്തിയ വർഷം CE 622 ഹിജ്റ. മുഹമ്മദ് നബിയുടെ മദീനയിലേക്കുള്ള പലായനവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച വർഷമാണ് ഹിജ്റ വർഷം. CE 632 മുഹമ്മദിൻ്റെ നിര്യാണശേഷം അറേബ്യയിൽ ഭരണം നടത്തിയിരുന്നത് ഖലീഫമാരാണ്. ഖലീഫമാരുടെ ഭരണകേന്ദ്രം മദീന. ആദ്യ ഖലീഫമാരെ കുറിച്ച് നോക്കാം. അബൂബക്കർ CE 632 മുതൽ CE 634 വരെ. ഉമർ CE 634 മുതൽ CE 644 വരെ. ഉസ്മാൻ CE 644 മുതൽ CE 656 വരെ.
അലി CE 656 മുതൽ CE 661 വരെ. ഖലീഫമാരുടെ കാലത്ത് അറേബ്യൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങൾ ഏഷ്യ മൈനർ മുതൽ അറബിക്കടൽ വരെ. ഖലീഫമാർക്ക് ശേഷം അറേബ്യ ഭരിച്ച രാജവംശം ഉമവിയ വംശം. അറേബ്യയിൽ കേന്ദ്രീകൃത ഭരണം ആരംഭിക്കുന്നത് ആരുടെ കാലത്താണെന്ന് ചോദിച്ചാൽ ഉമവിയ രാജാക്കന്മാരുടെയാണ്. ഉമവിയ ഭരണകാലത്ത് പുറത്തിറക്കിയ സ്വർണ്ണ നാണയം ദിനാറാണ്. ഉമവിയ ഭരണകാലത്ത് പുറത്തിറക്കിയ വെള്ളി നാണയം ദിർഹം. ഉമവിയ രാജാക്കന്മാരുടെ ഭരണകേന്ദ്രം ദമാസ്കസ്. ഉമവിയ ഭരണത്തിന് ശേഷം അധികാരത്തിൽ വന്നത് അബ്ബാസിയ ഭരണകാല തലസ്ഥാനം ബാഗ്ദാദാണ്. അബ്ബാസിയ ഭരണാധികാരികളിൽ പ്രസിദ്ധനായ ഭരണാധികാരി ഹാറൂൺ അൽ റഷീദാണ്. അറേബ്യയിൽ ആദ്യമായി ആശുപത്രികൾ സ്ഥാപിച്ച ഭരണാധികാരി ഹാറൂൺ അൽ റഷീദാണ്. ഇനി ബാഗ്ദാദ് സ്ഥിതി ചെയ്യുന്ന നദീതീരം ടൈഗ്രീസ്. 1001 രാവുകൾ പശ്ചാത്തലമാക്കുന്ന നഗരമാണ് ബാഗ്ദാദ്. ബാഗ്ദാദ് സർവകലാശാല, അബ്ബാസിയ കൊട്ടാരം എന്നിവ സ്ഥിതി ചെയ്യുന്ന നഗരം ബാഗ്ദാദാണ്. മംഗോളിയക്കാരനായ തിമൂറും ഓട്ടോമൻ ഭരണാധികാരിയായ സുലൈമാനും ബാഗ്ദാദ് കീഴടക്കിയിരുന്നു. അബ്ബാസിയ ഭരണകാലത്തെ സാംസ്കാരിക കേന്ദ്രം ബാഗ്ദാദ് ആയിരുന്നു. ഓട്ടോമൻ സാമ്രാജ്യം CE 1453 തുർക്കി നേതാവായ മുഹമ്മദ് രണ്ടാമൻ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തതോടെ ശക്തിപ്പെട്ട സാമ്രാജ്യമാണ് ഓട്ടോമൻ സാമ്രാജ്യം. ഓട്ടോമൻ സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരി സുലൈമാൻ അറിയപ്പെട്ടിരുന്നത് അൽ ഖാനൂനി, നിയമദാതാവ്. ഓട്ടോമൻ നിയമങ്ങൾ ക്രോഡീകരിച്ച ഭരണാധികാരി അൽ ഖാനൂനി. ഓട്ടോമൻ സാമ്രാജ്യ സ്ഥാപകൻ ഉസ്മാൻ, 13-ാം നൂറ്റാണ്ട്. ഉത്തുമാൻ എന്നറിയപ്പെട്ട ഉസ്മാന്റെ പേരിൽ നിന്നാണ് ഓട്ടോമൻ എന്ന പേരുണ്ടായത്. ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായ യുദ്ധം 1-ാം ലോക മഹായുദ്ധം 1914 മുതൽ 1918 വരെ. മംഗോളിയൻ സാമ്രാജ്യം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മംഗോളിയൻ സാമ്രാജ്യമാണ്. മധ്യേഷ്യയിൽ റഷ്യയ്ക്കും ചൈനയ്ക്കും ഇടയിലുള്ള പ്രദേശം അറിയപ്പെട്ടിരുന്ന പേര് മംഗോളിയ. മംഗോളിയൻ സാമ്രാജ്യം സ്ഥാപിച്ച വ്യക്തി ചെങ്കിസ് ഖാനാണ്. ചെങ്കിസ് ഖാൻ്റെ ഭരണകേന്ദ്രം കാറക്കോറം, സൈബീരിയ. കാറക്കോറം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഒനോൺ. മംഗോളിയൻ സൈന്യത്തിൻ്റെ പ്രധാന സവിശേഷതകൾ ശക്തമായ കുതിരപ്പട, കുതിരപ്പുറത്തിരുന്ന് ഉപയോഗിക്കാൻ കഴിയുന്ന ചെറിയ പീരങ്കികൾ, സുസംഘടിതമായ ചാരസംഘം. കൊറിയർ എന്ന പേരിൽ കുതിരകളെ ഉപയോഗിച്ചുള്ള തപാൽ സംവിധാനം നടപ്പിലാക്കിയ ഭരണാധികാരി ചെങ്കിസ് ഖാൻ. തിമൂർ സമർഖണ്ഡ് ആസ്ഥാനമാക്കി മംഗോളിയ ഭരിച്ച ഭരണാധികാരിയാണ് തിമൂർ. ചെങ്കിസ് ഖാൻ്റെ പിന്മുറക്കാരനാണ്. ടാമർലൈൻ, അതായത് മുടന്തനായ തിമൂർ എന്നറിയപ്പെട്ട ഭരണാധികാരി. 1398 സിന്ധു നദി കടന്ന് ഡൽഹിയിലെത്തി തിമൂർ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മാലി സാമ്രാജ്യമാണ്. മധ്യകാല ആഫ്രിക്കയിൽ നിലനിന്നിരുന്ന പ്രസിദ്ധമായ സാമ്രാജ്യം മാലി സാമ്രാജ്യം. മാലി സാമ്രാജ്യത്തിൻ്റെ ഭരണകേന്ദ്രം പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ മാലി. മധ്യകാല ആഫ്രിക്കയിലെ പ്രസിദ്ധനായ ഭരണാധികാരി കങ്കൻ മൂസ. പാശ്ചാത്യ രാജ്യങ്ങളിലെ രേഖകളിൽ മൻസ മൗസ എന്നറിയപ്പെട്ട ഭരണാധികാരി കങ്കൻ മൂസയാണ്. മധ്യകാല ആഫ്രിക്കയിലെ പ്രധാന സാംസ്കാരിക കേന്ദ്രവും കച്ചവട കേന്ദ്രവുമായിരുന്ന മാലി സാമ്രാജ്യത്തിലെ നഗരം തിംബുക്തു. മധ്യകാല ലോകത്തെ പ്രധാന ഇസ്ലാമിക പഠന കേന്ദ്രമായിരുന്ന തിംബുക്തുവിലുള്ള ഗ്രേറ്റ് മോസ്ക് പണിയെഴുപ്പിച്ച ഭരണാധികാരി കങ്കൻ മൂസ. കങ്കൻ മൂസയുടെ ലോകപ്രസിദ്ധമായ മക്കയിലേക്കുള്ള യാത്ര ഏത് വർഷമായിരുന്നു? 1324. മധ്യകാല ലോകത്തെ ഏറ്റവും സമ്പന്നമായ ഭരണാധികാരിയായി കങ്കൻ മൂസയെ വിശേഷിപ്പിച്ച വ്യക്തി ഇബ്നു ബത്തൂത്തയാണ്. ഇനി മധ്യകാല ഏഷ്യയാണ്. മധ്യകാല ലോകം നമ്മൾ പറഞ്ഞു, അതിൽ ഇനി മധ്യകാല ഏഷ്യയിലാണ് വരുന്നത്. മധ്യകാലഘട്ടത്തിൽ ഏഷ്യയിൽ ശക്തമായ ഭരണവ്യവസ്ഥകൾ നിലനിന്നിരുന്ന രാജ്യങ്ങൾ ചൈന, ജപ്പാൻ എന്നിവയാണ്. കാലത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ചൈന ഭരിച്ചിരുന്ന രാജവംശം ടാങ് ആണ്. ചൈനയുടെ പരമാധികാരി അറിയപ്പെട്ടിരുന്നത് ചക്രവർത്തി എന്നാണ്. വിദ്യാഭ്യാസ യോഗ്യതയും മികവും മാനദണ്ഡമാക്കി മത്സര പരീക്ഷകളിലൂടെ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുത്തിരുന്ന രാജവംശം ടാങ് രാജവംശമാണ്. ടാങ് രാജവംശത്തിന് ശേഷം ചൈന ഭരിച്ച മറ്റ് രാജവംശങ്ങൾ സോങ്, മിങ്, മഞ്ചു.
മധ്യകാല ജപ്പാനിൽ രാഷ്ട്രത്തിലെ ഏറ്റവും ഉയർന്ന പദവി വഹിച്ചിരുന്നത് അത് ചക്രവർത്തിയാണ്. ജപ്പാനിൽ അധികാരം കൈയാളിയിരുന്ന ഫ്യൂഡൽ പ്രഭുക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ഷോഗണുകൾ. ടോക്കിയോ ഭരണകേന്ദ്രമാക്കി വികസിച്ചത് ഷോഗണുകളുടെ കാലഘട്ടത്തിലാണ് ടോക്കിയോ ഭരണകേന്ദ്രമായി വികസിച്ചത്. ഈ മധ്യകാല അമേരിക്കയാണ്. വടക്കേ അമേരിക്കൻ സംസ്കാരങ്ങൾ മിസിസിപ്പി, കരീബിയൻ, മൊഗല്ലോൺ, പടയൻ എന്നിവയാണ്. തെക്കേ അമേരിക്കൻ സംസ്കാരങ്ങൾ മായൻ, ഇൻക, ആസ്ടക്ക്, ടോൾട്ടക്ക്. മായൻ കലണ്ടറുള്ള ദിവസങ്ങളുടെ എണ്ണം 365 20 ദിവസം വീതമുള്ള 18 മാസങ്ങൾ ചേർന്നതായിരുന്നു ഒരു വർഷം. ബാക്കിയുള്ള 5 ദിവസങ്ങൾ ആഘോഷങ്ങൾക്കും ഉത്സവങ്ങൾക്കുമായുള്ള അവധി ദിനങ്ങളായിരുന്നു. മധ്യകാല യൂറോപ്പ്, അതാണ് ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ട്. മധ്യകാല യൂറോപ്പിൽ നിലനിന്നിരുന്ന ഭൂമി കേന്ദ്രീകൃതമായ സാമൂഹ്യ, രാഷ്ട്രീയ, സാമ്പത്തിക വ്യവസ്ഥിതി അറിയപ്പെട്ടിരുന്ന പേര് ഫ്യൂഡലിസം എന്നാണ്. 15-ാം നൂറ്റാണ്ടോടെ യൂറോപ്പിൽ ഫ്യൂഡലിസം തകർന്നു. കുരിശുയുദ്ധങ്ങൾ. 11 മുതൽ 13 വരെയുള്ള നൂറ്റാണ്ടുകളിൽ പടിഞ്ഞാറൻ യൂറോപ്പും തുർക്കികളും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കുരിശുയുദ്ധങ്ങൾ. AD 1095 മുതൽ 1291 വരെ. ക്രിസ്ത്യൻ, ഇസ്ലാം, ജൂത മതാനുയായികൾ ഒരുപോലെ പുണ്യനഗരമായി കരുതുന്ന ജെറുസലേം പട്ടണം സ്വന്തമാക്കുന്നതിന് വേണ്ടിയാണ് കുരിശുയുദ്ധങ്ങൾ നടന്നത്. പൗരസ്ത്യ സംസ്കാരം യൂറോപ്പിൽ വ്യാപിക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് കുരിശുയുദ്ധങ്ങളാണ്. ഫ്യൂഡൽ കർഷക കലാപങ്ങൾ. 1358 ഗിയോ കെയ്ലോയുടെ നേതൃത്വത്തിൽ നടന്ന കലാപം ഫ്രഞ്ച് ഷാക്രി കലാപം. ഇംഗ്ലണ്ടിൽ വോട്ട് ടൈലർ, ജോൺ ബാൾ എന്നിവരുടെ നേതൃത്വത്തിൽ കലാപം നടന്ന വർഷം 1381.